നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പത്താം സമ്മേളനത്തിന്റെ 8ാം ദിവസമായ ഇന്ന് 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ആരംഭിച്ചു. ചോദ്യോത്തരവേളയിൽ ഇന്ന് ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. റേഷൻ കടകൾ വഴിയുള്ള ഭക്ഷ്യസാധനങ്ങളുടെ വിതരണം, ദേശീയ ജലപാത പദ്ധതി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ വികസന നേട്ടങ്ങൾ, കുടുംബശ്രീ ശാക്തീകരണ ക്യാമ്പയിൻ എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി GR അനിൽ ചോദ്യോത്തരവേളയിൽ സഭയെ അറിയിച്ചു. കോവിഡ് കാലത്തെ മുടങ്ങിയ കുടിശ്ശിക റേഷൻ വ്യാപാരികൾക്ക് ഉടൻ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ മറ്റൊരു മേഖലയ്ക്കും ഒരു ഇൻഷുറൻസ് കവറേജ് കൊടുത്തിരുന്നില്ല. എന്നാൽ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികളായി നിന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ മരണപ്പെട്ടവർക്ക് ഇൻഷുറൻസിന്റെ കവറേജ് നൽകുന്ന ഒരു നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുകയുണ്ട്. സാർ, തിരുവനന്തപുരം മുതൽ ബേക്കൽ വരെയുള്ള ദേശീയ ജലപാതയുടെ 2ാം ഘട്ടം 2025 പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കോവളം മുതൽ കൊല്ലം വരെയുള്ള 74.18 കിലോമീറ്റർ, ആക്കുളം മുതൽ കൊല്ലം വരെയുമുള്ള 60.18 കിലോമീറ്റർ ജലപാത ദേശീയ ജലപാത നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവൃത്തി 2024 ഡിസംബറോടുകൂടി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ വർഷത്തോടെ സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കി മാറ്റുമെന്ന് മന്ത്രി വീണ ജോർജ് സഭയെ അറിയിച്ചു. സർ, സംസ്ഥാനത്തെ 2 ആരോഗ്യ കേന്ദ്രങ്ങൾ, അത് ആദ്യം കോഴിക്കോട് കക്കോടിയിലുള്ള ആരോഗ്യ കേന്ദ്രമാണ്. അങ്ങനെ 2 ആരോഗ്യ കേന്ദ്രങ്ങൾ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസായി രാജ്യത്ത് തന്നെ നവംബറിലാണ് ആദ്യത്തെ കക്കോടിയിലെ ആരോഗ്യ കേന്ദ്രം നമുക്ക് ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായത്. അങ്ങനെ 2 ആരോഗ്യ കേന്ദ്രങ്ങൾ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആയിട്ടുണ്ട്. ഈ വർഷം സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ മാസം 6-ന് ആരംഭിച്ച കുടുംബശ്രീയുടെ K-ലിഫ്റ്റ് പദ്ധതിയിലൂടെ 3 ലക്ഷം വനിതകൾക്ക് തൊഴിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി MB രാജേഷ് സഭയിൽ വ്യക്തമാക്കി. K-ലിഫ്റ്റ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ 3 ലക്ഷം വനിതകൾക്ക് ഈ പദ്ധതിയിലൂടെ സുസ്ഥിര വരുമാനം അടുത്തൊരു വർഷത്തിനകം ലക്ഷ്യമിടുക എന്നതാണ് K-ലിഫ്റ്റിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം. സർ, ഫെബ്രുവരി 5-ാം തീയതി പ്രഖ്യാപിച്ച പദ്ധതി ഫെബ്രുവരി 6-ാം തീയതി ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സർ, വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മന്ത്രി AK ശശീന്ദ്രന്റെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. വയനാട്ടിൽ നാട്ടിലിറങ്ങിയ കാട്ടാന അജീഷ് എന്നയാളെ ചവിട്ടി കൊലപ്പെടുത്തിയ സംഭവം വനയോര മേഖലയിലെ ജനങ്ങളിൽ അരക്ഷിതാവസ്ഥയും ആശങ്കയും ഉളവാക്കിയിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങളായ T സിദ്ദിഖും മറ്റ് 6 പേരുമാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് നോട്ടീസ് നൽകിയത്. വയനാട് ചാലിഗതയിൽ നാട്ടിലിറങ്ങിയ കാട്ടാന ട്രാക്ടർ ഡ്രൈവറായ അജീഷിനെ ചവിട്ടിക്കൊന്ന സംഭവം വനയോര മേഖലയിലെ ജനങ്ങളിൽ അരക്ഷിതാവസ്ഥയും ആശങ്കയും ഉളവാക്കിയിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണം എന്ന പ്രമേയം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ T സിദ്ദിഖ്, P ഉബൈദുള്ള, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി C കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. വനത്തോട് ചേർന്നുള്ള മേഖലകളിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവൻ പൊലിയുന്ന വിഷയം ഗൗരവതരമാണെന്ന് T സിദ്ദിഖ് പറഞ്ഞു. ഓരോ ഇടത്തും കടുവ, പുലി, കാട്ടുപോത്ത്, കാട്ടാന അങ്ങനെ തുടങ്ങി എല്ലാ വന്യമൃഗങ്ങളും വിഹരിക്കുന്ന ഒരു കേന്ദ്രമായി വയനാട് മാറിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ ഒരു സാഹചര്യമാണ്. സാർ, വയനാട്ടിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് വനം വകുപ്പ് നടത്തുന്നതെന്നും പ്രത്യേക ദൗത്യ സംഘം പ്രവർത്തനം തുടരുകയാണെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള ഇനി ആനകൾ അല്ലെങ്കിൽ വന്യജീവികൾ ഈ പ്രദേശത്ത് വരാതിരിക്കണമെങ്കിൽ അതിർത്തി മേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ അതിശക്തമായ പെട്രോളിങ്ങും നിരീക്ഷണവും ആവശ്യമായി എന്ന് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഗവൺമെൻറ്റിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും ക്രമപ്രകാരം തന്നെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സർക്കാർ ചെയ്യുന്ന സാഹചര്യത്തിൽ
ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം, വനം വകുപ്പിലെ ജീവനക്കാരും മനുഷ്യരാണ്. അവർ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവരും പ്രവർത്തിക്കുന്നത്. അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന വിധത്തിലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അത് ആവർത്തിക്കാതിരിക്കാൻ ജനപ്രതിനിധികൾ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നത് ഭാവിയിൽ അത് നല്ലതായിരിക്കും എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ സർക്കാർ എല്ലാ കാര്യങ്ങളും വളരെ ഫലപ്രദമായി നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ വനംവകുപ്പിലെ ജീവനക്കാർക്ക് ആത്മവിശ്വാസം പകരേണ്ട ഈ ഘട്ടത്തിൽ ചർച്ചകളിലൂടെ അവരുടെ മനോവീര്യം തകർക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നതും ഉചിതമായിരിക്കില്ല എന്ന് കരുതുന്നതിനാൽ സഭ നിർത്തിവെച്ച് ഈ പ്രശ്നം ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് ഗവൺമെന്റിന്റെ നിലപാട്. ജീവൻ പൊലിഞ്ഞ അജീഷിന്റെ കുടുംബത്തോടൊപ്പമാണ് സർക്കാർ എന്നും മന്ത്രി വ്യക്തമാക്കി. 10 ലക്ഷം രൂപ കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ജോലി സാധ്യത പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും സഹായം നൽകാൻ കഴിയാൻ എന്തെങ്കിലും വകുപ്പുകളുണ്ടോ, സാധ്യതയുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, ആ രൂപത്തിലെല്ലാം ആ കുടുംബത്തിൻ്റെ ദാരുണാവസ്ഥയിൽ നിന്നും അവരെ ആശ്വസിപ്പിക്കാൻ പറ്റിയ വിധത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ AN ഷംസീർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. കാര്യക്ഷമമായ നെല്ല് സംഭരണവും കർഷകർക്ക് നെല്ലിന്റെ വില സമയബന്ധിതമായി നൽകലും സംബന്ധിച്ച് ശ്രീ KD പ്രസേനൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി GR അനിലും വായ്പാ കുടിശ്ശിക കാരണമുള്ള ജപ്തി നടപടികളിൽ സർക്കാർ ഇടപെടൽ സംബന്ധിച്ച് സജീവ് ജോസഫ് നടത്തിയ ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി KN ബാലഗോപാലും മറുപടി പറഞ്ഞു. അടിയന്തരമായി നെല്ല് സംഭരണത്തിൽ കഴിഞ്ഞ കുറച്ച് സീസണുകളായി തുടരുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തിലേക്ക് ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നെല്ല് സംഭരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഊർജിതമായി നടന്നു വരികയാണ്. ഈ സീസണിൽ ഇതുവരെ ഒന്നാം വിളയിൽ 55,793 കർഷകരിൽ നിന്നായി 1,358,000 മെട്രിക് ടണ്ണും രണ്ടാം വിളയിൽ 429 കർഷകരിൽ നിന്നായി 3,850 മെട്രിക് ടണ്ണും നെല്ല് സംഭരിച്ചു. കഴിഞ്ഞ സീസണിലും ഇതുപോലുള്ള പ്രശ്നം വന്നപ്പോൾ കൃഷി ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് വാങ്ങി മുഴുവൻ കർഷകരുടെയും നെല്ലെടുക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപ്പാദനക്ഷമതയ്ക്കനുസരിച്ച് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ അതിനാവശ്യമായ വർധനവ് വരുത്തുന്നതാണെന്നുള്ള കാര്യം സഭയെ അറിയിക്കുക. ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത് സാമ്പത്തിക പ്രയാസം മൂലം പണം തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത പാവപ്പെട്ടവർക്കെതിരെ വ്യാപകമായി നടത്തിവരുന്ന ജപ്തി നടപടികൾ മൂലം അവർ നേരിടുന്ന കടുത്ത ആശങ്കയും പ്രതിസന്ധിയും പരിഹരിക്കേണ്ട ആവശ്യകതയിലേക്ക് സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വായ്പാ തിരിച്ചടവിന് സാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി അപേക്ഷകൾ സർക്കാരിന് ലഭിക്കുന്നുണ്ട്. ഇത്തരം അപേക്ഷകൾ അനുഭാവപൂർവ്വം പരിഗണിക്കുവാനും പരമാവധി സഹായം അനുവദിക്കുവാനും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിക്ക് സർക്കാർ നിർദ്ദേശം നൽകുന്നുമുണ്ട്. ഇത്തരത്തിൽ വായ്പാ തിരിച്ചടവിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ക്രിയാത്മകമായ ഇടപെടലുകളാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. 10 സബ്മിഷനുകൾക്കാണ് ഇന്ന് സഭയിൽ മറുപടി നൽകിയത്. കരുനാഗപ്പള്ളി നിയോജകമണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാണ് സർ. പ്രത്യേകിച്ച് തൊടിയൂർ പഞ്ചായത്തിൽ കല്ലേലി ഭാഗം എന്ന പ്രദേശത്ത് വെള്ളം ലഭിച്ചിട്ട് 1 മാസമാവുകയാണ് സർ. തച്ചയിൽ മുക്കിൽ 3 ലക്ഷം ലിറ്റർ ശേഷിയുള്ള സമ്പിൻ്റെയും പമ്പ് ഹൗസിൻ്റെ നിർമ്മാണം, സമ്പിൽ പമ്പ് സ്ഥാപിക്കൽ, നിലവിലെ കാലപ്പഴക്കുന്ന AC പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കൽ എന്നിവ ഉൾപ്പെടെ അമൃത് 2-ൽ അഡീഷണൽ പ്രപ്പോസലായി മുനിസിപ്പാലിറ്റി സമർപ്പിച്ചിട്ടുണ്ട്. അമൃത് 2 ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭ്യമാക്കുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പിലാക്കാൻ കഴിയും. പ്രസ്തുത പ്രോജക്റ്റ് പൂർത്തിയാവുന്നതോടുകൂടി കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലെ നിലവിലുള്ള ജലദൗർലഭ്യം പരിഹരിച്ച് ശുദ്ധീകരണ ലഭ്യത ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ്. സിറ്റിംഗിൽ പങ്കെടുത്ത കിർത്താഡ്സ് ഉദ്യോഗസ്ഥർ ചവളക്കാരൻ സമുദായത്തെ OEC വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിന് തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. ഈ സമുദായത്തെ പൂർണ്ണമായി OEC വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. ചവളക്കാരൻ സമുദായത്തെ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ ഉൾപ്പെടുത്തുന്നതിന് ഇതുവരെ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിട്ടില്ലാത്തതിനാൽ പ്രസ്തുത സമുദായത്തെ OEC പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നിലവിൽ നമുക്ക് പരിഗണിക്കാൻ നിർവാഹമില്ലെങ്കിലും അങ്ങവിടെ ചൂണ്ടിക്കാണിച്ച പോലെ 6 ലക്ഷം രൂപ കുടുംബ വാർഷിക വരുമാന പരിധി നിശ്ചയിച്ച് മറ്റർഗ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന എല്ലാ വിദ്യാഭ്യാസ സാമ്പത്തിക ആനുകൂല്യങ്ങളും അവർക്കും അനുവദിച്ചു വരുന്നുണ്ട്. സർ, തിരുവനന്തപുരം നഗരത്തിലെ
ടൂറിസ്റ്റ് വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചാണ് എൻ്റെ സബ്മിഷൻ. തിരുവനന്തപുരം നഗരം ഇപ്പോൾ തലസ്ഥാന നഗരി എന്നുള്ള അപ്പുറത്തേക്ക് ഒരു ഫെസ്റ്റിവൽ സിറ്റിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വർഷത്തിൽ ഒട്ടുമിക്ക മാസങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു ഫെസ്റ്റിവൽ, ഒരു ഒത്തുചേരൽ തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്നുണ്ട്. സാർ, ഈ തിരുവരങ്ങാടി നിയോജകമണ്ഡലത്തിലെ താലൂക്ക് ഹോസ്പിറ്റൽ, അതുപോലെ PHC, HSC തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സോ അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അംഗീകൃത തസ്തികകൾക്ക് പുറമെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ NHM മുഖാന്തരമോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരമോ HMC മുഖാന്തരം, HMC എന്ന് പറയുമ്പോൾ കാസ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചോ ഡോക്ടർമാരുടെയും മറ്റ് അവശ്യ വിഭാഗം ജീവനക്കാരുടെയും സേവനം ആശുപത്രികളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്കും ഇന്ന് സഭയിൽ തുടക്കമായി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ തുടക്കം കുറിച്ച പൊതുചർച്ചയിൽ 19 അംഗങ്ങളാണ് ഇന്ന് പങ്കെടുത്ത് സംസാരിച്ചത്. ഞാൻ ഈ ബഡ്ജറ്റിനെ അനുകൂലിക്കുകയാണ്. ഭരണഘടനയുടെ ആമുഖം ഒരു സംസ്ഥാന ബഡ്ജറ്റിൽ ചേർക്കുക എന്നത് യാദൃച്ഛികതയല്ല. ഭരണഘടനാ മൂല്യങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനവും ഒരു സർക്കാരും ജനങ്ങളും അതിലുണ്ട്. അത് ഉറക്കെ വിളിച്ചു പറയാൻ കരുത്തുള്ള ഒരേ ഒരു സർക്കാരേ ഇന്ന് ഇന്ത്യയിലുള്ളൂ. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ഞാൻ ഈ ബഡ്ജറ്റിനെ അനുകൂലിക്കുകയാണ്. ബഡ്ജറ്റിൻ്റെ ആദ്യ വാചകം തന്നെ കേരളത്തിന് പ്രത്യാശ നൽകുന്നതാണ് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സൂര്യോദയ സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ വളർച്ചയെ വെല്ലുവിളികളെയും ആശങ്കകളെയും അഭിമുഖീകരിച്ച് എങ്ങനെ ത്വരിതപ്പെടുത്താമെന്ന അന്വേഷണവും പ്രായോഗിക നിർദ്ദേശവും അടങ്ങിയതാണ് ഈ ബഡ്ജറ്റ്. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റും KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റും ഇതേ രീതിയിലാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കേവലം പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും അല്ലാതെ ഒന്നുമില്ല. സർ, കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് കുതിപ്പേകുന്ന ബഡ്ജറ്റാണ് ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. ഞാൻ ഈ ബഡ്ജറ്റിനെ പിന്തുണയ്ക്കുകയാണ്. ഞാൻ ഈ ബഡ്ജറ്റിനെ എതിർക്കുന്നു. കേരളത്തിൻ്റെ സമ്പൂർണ്ണമായ തകർച്ച അത് മുഴുവൻ കൃത്യമായി വരച്ചു കാണിക്കുകയും ഭാവിയിലേക്ക് യാതൊരു പ്രതീക്ഷയും നൽകാത്തൊരു ബഡ്ജറ്റ്. യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ വികസന പ്രവർത്തനങ്ങൾക്കോ യാതൊരു ലോപവും വരുത്താതെ മാറുന്ന കാലത്തിൻ്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ, ശരിയായ ദിശാബോധത്തോടെ മുമ്പോട്ട് പോകാൻ ഈ ബഡ്ജറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാവുന്നതാണ് സാർ നമ്മുടെ മുമ്പിലുള്ള ഈ ബഡ്ജറ്റ്. പ്രതീക്ഷകളും സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകൾ പോലും അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ധനമന്ത്രിക്ക് ധൈര്യമില്ലാതെ പോകുന്നൊരു ബഡ്ജറ്റാണ്. നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 3 മണിയോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.